ശ്രീ രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ്റെയും നിലപാടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ ഒന്ന് തന്നെയായിരിക്കും. അവർക്ക് രണ്ട് നിലപാടേ ഇല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, പക്ഷെ ചില സത്യങ്ങൾ വേണം. നമ്മൾ ഒറ്റ ധൈര്യമുള്ളൂ, നമ്മൾ ചെയ്യുന്നത് നീതിയായി ആണ് എന്നുള്ള ഒരു ചിന്ത. ഉമ്മൻചാണ്ടി ഒരു വൻ മതിലാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മളെടുത്ത് നോക്കിയാൽ മതി. ഞങ്ങളെല്ലാം ആ വൻമതിൽ ചാരി നിന്ന് വളർന്ന ആളുകളാണ്. പടിഞ്ഞാറൻ ബൈപ്പാസ് കൊണ്ടുവന്നു, അതോടൊപ്പം ഈരക്കടവിൽ നിന്നുള്ള ബൈപ്പാസ് കൊണ്ടുവന്നു, ബണ്ട് റോഡ് വഴി മെഡിക്കൽ കോളേജിലോട്ട് പോകാനുള്ള സംവിധാനം കൊണ്ടുവന്നു, വട്ടംമൂട് പാലം വഴി MC റോഡിൽ കയറാനുള്ള ആക്സസ് ഉണ്ടാക്കി. സത്യം പറഞ്ഞ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സന്യാസി ജീവിതത്തിന് തുല്യമാണ്. നമ്മൾ നമ്മുടെ താല്പര്യങ്ങളല്ല, നമ്മളെ വന്ന് സമീപിക്കുന്ന ആളുകളുടെ ന്യായമായ താല്പര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ അതുവേണ്ടി കാത്തിരുന്നു 10 കൊല്ലക്കാലം. 10 കൊല്ലം ചെയ്യാത്ത കാര്യം എന്തോന്നാ ഇനി 11ാം കൊല്ലം ചെയ്യുമെന്ന് പറയുന്നത്? ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോർ ദ പാർട്ടി പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് ധരിച്ചിരിക്കുന്നത് ബൈ പാർട്ടി പീപ്പിൾ എന്നാണ്. മാധ്യമങ്ങളിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി നല്ല വിപുലമായ പരസ്യം കൊടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ വീട്ടിലെ പട്ടിണി തീരുമോ? നമ്മുടെ പാത്രത്തിൽ കഞ്ഞി കിട്ടുമോ? ജൻസി കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദർശ ധീരതയുള്ള ഒരു ലീഡർഷിപ്പിനാണ്. ഞാൻ യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്നേഹിച്ച് ജനങ്ങളുമായി ഇടപഴകി മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകൻ. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നു. കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയയിൽ ഒരു അഭിമുഖത്തിനായി. നമസ്കാരം സർ. നമസ്കാരം. 1991 അടൂരിൽ നിന്ന് നിയമസഭയിൽ എത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് ഉള്ള രാഷ്ട്രീയ യാത്രയുണ്ടല്ലോ. ഇത്ര കാലമായിട്ടും, അതായത് പതിറ്റാണ്ടുകളായിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന പൊളിറ്റീഷ്യൻ, എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 3 മൂല്യങ്ങൾ എന്തായിരിക്കും? ഞാൻ യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്നേഹിച്ച് ജനങ്ങളുമായി ഇടപഴകി മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഞാൻ അതിനകത്ത് കക്ഷി രാഷ്ട്രീയം പോലും കാര്യമായി നോക്കാറില്ല. നമ്മുടെ മുമ്പിലെത്തുന്ന പ്രശ്നത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. ജനങ്ങൾ സാധാരണഗതിയിൽ ഒരു ആക്സസബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. എന്നെ പാതിരായ്ക്ക് വിളിക്കുന്ന ആളുകളുണ്ട്, പകൽ വിളിക്കുന്ന ആളുകളുമുണ്ട്. രണ്ടായിട്ട് കാണാൻ ആർക്കും ഇതുവരെ പറ്റിയിട്ടേയില്ല. അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്, നാട്യമല്ല എന്നുള്ളത് ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കുക. അതിന് മറ്റ് സാഹചര്യങ്ങൾ കൂടി കറക്റ്റായി വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, 10 കൊല്ലം നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. പ്രതിപക്ഷം നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഭരണകക്ഷി ഉന്നം വച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനത്തിനകത്ത് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പിലൂടെ മുന്നോട്ട് പോകുന്നതിന് നിശ്ചയമായും ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാവൂ. ഞങ്ങൾ പുത്തനായി കുറേ പദ്ധതികൾ കൊണ്ടുവന്നു. പടിഞ്ഞാറൻ ബൈപ്പാസ് കൊണ്ടുവന്നു, അതോടൊപ്പം ഈരക്കടവിൽ നിന്നുള്ള ബൈപ്പാസ് കൊണ്ടുവന്നു, ബണ്ട് റോഡ് വഴി മെഡിക്കൽ കോളേജിലോട്ട് പോകാനുള്ള സംവിധാനം കൊണ്ടുവന്നു, വട്ടംമൂട് പാലം വഴി MC റോഡിൽ കയറാനുള്ള ആക്സസ് ഉണ്ടാക്കി. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. നമ്മുടെ നിയോജക മണ്ഡലം വളരെ കാലമായി കാത്തിരുന്ന കുറേ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിനോടൊത്ത് മുന്നോട്ട് പോകാൻ പറ്റി. 2011 മുതൽ 16 വരെ അതിൻ്റെ ഒരു ശുക്രദശയായിട്ട് കൊണ്ടുപോകാൻ പറ്റി. കാരണം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ഈ കാര്യത്തിൽ 100% സഹായിച്ചു തന്നു എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ജനങ്ങൾ നന്നായി സ്നേഹിച്ചു. ജനങ്ങളോട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി പെരുമാറി. നമ്മുടെ നാട്ടിലെ ഏത് പ്രശ്നത്തിനകത്തും ചെറുതാവട്ടെ വലുതാവട്ടെ ഞാൻ കൂടി ഒരു ഭാഗമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുള്ള ജനങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് 100% പ്രതിബദ്ധതയോടുകൂടി പോകുന്നതിന് വേണ്ടിയുള്ള നല്ല പ്രോത്സാഹനം എനിക്ക് കിട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി. പാലങ്ങൾ, ഓവർ ബ്രിഡ്ജ്, വികസനം, പൊതുവിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോട്ടയത്തിൻ്റെ വികസനം, അതൊക്കെയാണ് ഉയർത്തി കാണിക്കുന്നത്. ഇനി അങ്ങോട്ടും വികസനം തന്നെയായിരിക്കും പ്രധാനമായിട്ടും? നിശ്ചയമായിട്ടും. കാരണം ഇത് ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നിട്ടും കുറേ കാലം മുമ്പ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. 2 റോഡ് മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയില്ലേ? ജനങ്ങൾക്കെല്ലാം അതിൻ്റെ ഗുണം കിട്ടിയില്ലേ? ഇപ്പം പടിഞ്ഞാറൻ ബൈപ്പാസ് എന്ന് പറയുന്നത് അപ്പർ കുട്ടനാടിൻ്റെ ഹൃദയത്തിലൂടെയാണ് അത് പോരുന്നത്. അവിടെ പാടശേഖരങ്ങളും വരമ്പുകളും അല്ലാതെ മറ്റൊന്നും ആ സമയത്തുണ്ടായിരുന്നില്ല.
ജനസഹകരണത്തോടു കൂടി നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ പോയി. ജനസഹകരണം എന്ന് ഞാൻ പറയാൻ കാരണം ഭൂമി മുഴുവൻ അതിൻ്റെ ഉടമസ്ഥര് സൗജന്യമായിട്ട് തരികയായിരുന്നു. അവരെല്ലാവരും ഇതുമായി സഹകരിക്കുകയായിരുന്നു. ഇവിടെ മാത്രമല്ല, നമ്മൾ നടത്തിയ എല്ലാ വികസന പ്രവർത്തനത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം 100% ഉറപ്പിച്ചുകൊണ്ടാണ് പോയത്. അതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടവും താല്പര്യവും. ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്ന ഒരുപാട് പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ സാർ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ വിശേഷാൽ ഇപ്പോൾ സേഫ് കേരള പ്രോജക്റ്റ് പോലുള്ളത്. അങ്ങനെയുള്ള പദ്ധതികളുടെ പ്രസക്തി ഇപ്പോഴും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനിപ്പോൾ ആ രൂപത്തിൽ സംസാരിച്ചാൽ നിലനിൽക്കുന്ന മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് പോലെ വരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. ആ, പക്ഷെ ചില സത്യങ്ങൾ വേണം. ആ. ഇപ്പം ഈ പതിറ്റാണ്ടിൽ ആദ്യമായി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി തന്നെ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ സഹോദരിമാർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. ഉം. ഞങ്ങൾ ആ ആശയം നേരത്തെ എടുത്തതാണ്. അതെ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഞാൻ ഇരുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ BPL വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് കോളേജിൽ പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്നതിന് വേണ്ടി സൗജന്യ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് കാലം മാറി, ഗവൺമെൻറ്റുകൾ മാറി, അവരുടെ നയങ്ങൾ മാറി, അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴും ആ ആശയഗതിക്ക് ഒരു ദേശീയ രൂപം കിട്ടി എന്നുള്ളതിൻ്റെ പരമ സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഗതാഗത വകുപ്പിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ഞാൻ ചോദിച്ചപ്പോഴും ഒരു മന്ത്രിയെ വേദനിപ്പിക്കാതെ മറുപടി പറയാനാണ് ശ്രമിച്ചത്. ആരെയും അങ്ങനെ വേദനിപ്പിക്കണ്ട. രാഷ്ട്രീയത്തിൽ ഒരു കടന്നാക്രമണത്തിന്റെ കാലം കൂടിയാണല്ലോ. ഒരു വാർമുഖത്താണല്ലോ പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകർ നിൽക്കുന്നത്. ഈ നയതന്ത്രം അതായത് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ടുള്ള ഈ സമീപനം അത് ഈ കാലഘട്ടത്തും പ്രസക്തമാണ്, റെലവൻ്റ് ആണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? 100% നമ്മൾ കൈകാര്യം ചെയ്യുന്ന ജനത ഏതാ? നല്ല പരിഷ്കൃതരായിട്ടുള്ള ആളുകൾ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ. ഇനി എൻ്റെ നാടിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയുകയാണെന്നുവെങ്കിൽ അക്ഷരനഗരി എന്നല്ലേ ഇതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്. തീർച്ചയായും. സമ്പൂർണ്ണ സാക്ഷരത്വമുള്ള ഒരു പ്രദേശത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സംസ്കാര സമ്പന്നമായി നമ്മൾ അങ്ങോട്ട് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതേ പശ്ചാത്തലത്തിൽ തന്നെയല്ലേ നമ്മളും ഇടപെടൂ. കാരണം അങ്ങനെയുള്ള ഒരു ജനങ്ങളുള്ള പ്രദേശത്ത് അഗ്രസീവ് രാഷ്ട്രീയത്തിലല്ല, നേരെ മറിച്ച് സമരസത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോട്ടയത്താണ് നമ്മളിരിക്കുന്നത്. കുറച്ച് അകലെ പുതുപ്പള്ളിയുണ്ട്. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഉമ്മൻചാണ്ടി സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേടിയിട്ടുള്ള അനുഭവങ്ങൾ എത്രയാണ്? ഉമ്മൻചാണ്ടി ഒരു വൻ മതിലാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മളെടുത്ത് നോക്കിയാൽ മതി. ഞങ്ങളെല്ലാം ആ വൻമതിൽ ചാരി നിന്ന് വളർന്ന ആളുകളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വൻമതിലിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ മാർഗ്ഗം കറക്റ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുമായി യോജിച്ച് സ്നേഹത്തോടു കൂടി പോകണമെന്നുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നിലപാട് പോലും ശ്രീ ഉമ്മൻചാണ്ടി നേരത്തെ അനുവർത്തിച്ചു വന്ന നിലപാടാണ്. അദ്ദേഹം നെഞ്ചിന് ഏറുകൊണ്ടിട്ട് പോലും ഒരു കേസും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അതുപോലുള്ള സഹിഷ്ണുതയുടെ ഒരു മുഖമാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതേ പാതയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. ഇപ്പോഴുള്ള തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട 2 പ്രധാനികളായി നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ സാറും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല സാറും. ഇവർ രണ്ടുപേരുമായിട്ടും ദീർഘകാല സൗഹൃദവും അല്ലെങ്കിൽ ഒരു വലിയൊരു ബന്ധവും ഒക്കെ ഉണ്ട്. ഇവരെ 2 പേരെയും എങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രൊജക്റ്റ് ചെയ്യുക? ഞാൻ പറയുന്നത് അവർ 2 പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളല്ലേ. സ്വാഭാവികമായിട്ട് അവർ 2 തലത്തിൽ അവരുടെ സേവനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കൂടി ചേരുന്നതല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും. അല്ലെങ്കിൽ ഒരു രൂപത്തിൽ മാത്രം നമുക്ക് പോയാൽ മതി എന്ന് ആർക്കെങ്കിലും പിടിവാശി എടുക്കാൻ പറ്റുമോ? ഇതെല്ലാം ഓരോരുത്തർക്കും സംഭാവനകളുണ്ട്. അതോടൊപ്പം അതിൻ്റെ താഴെയും മേളിലുമായി നിരവധി ആളുകളുണ്ട്. നമ്മുടെ മൂവ്മെൻറ്റിനെ സഹായിക്കാൻ പറ്റുന്ന ഒട്ടനവധി ആളുകൾ. അവർ സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളുകളുണ്ടാകാം. അതല്ലെന്നുവരികിൽ നല്ലതിനെ കൃത്യമായി കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ടാകാം. ശ്രീ രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ്റെയും നിലപാടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ ഒന്ന് തന്നെയായിരിക്കും. അവർക്ക് 2 നിലപാടേ ഇല്ല. പാർട്ടിയിൽ പൂർണ്ണമായും ഒരു ഐക്യമുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോ? നിശ്ചയമായിട്ടും. ഒരു ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ ആ ജനാധിപത്യ പാർട്ടിക്കകത്ത് ധാരാളം അഭിപ്രായങ്ങൾ പറയും.
ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ, ഒരു പത്രപ്രസ്താവനയോ, ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂയോ ആ അഭിപ്രായങ്ങൾ അതാണ് പാർട്ടിയുടെ മൊത്തം അഭിപ്രായം എന്ന് നമുക്ക് വിലയിരുത്താനും പറ്റില്ല. പാർട്ടിയുടെ അഭിപ്രായത്തിനകത്ത് എന്താ വ്യത്യസ്തമായ സമീപനം വരുന്നത്? അതെല്ലാം കറക്റ്റല്ലേ? അപ്പോൾ അനുദിന വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തയുമാണ് ഈ നയം എന്ന് ധരിക്കുകയും വേണ്ട. ഞങ്ങൾ ഈ കാര്യത്തിൽ യുണൈറ്റഡാണ്, ഒറ്റക്കെട്ടാണ്. അത് ഒരുമിച്ച് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. കേരളം മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അത് ആവശ്യമാണ് എന്ന് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കരുതുകയാണ്. കെ.സി. വേണുഗോപാൽ ദേശീയ തലത്തിൽ പാർട്ടിയുടെ ഒരു നിർണായക ശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എത്രമാത്രം ഊർജം പകരും ഈയൊരു തിരഞ്ഞെടുപ്പിൽ? ഏത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് കേരളത്തിന് വലിയ കൺസിഡറേഷനിൽ കിട്ടുന്നത്. എന്താ കാരണം? ശ്രീ കെ.സി. വേണുഗോപാലിൻ്റെ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം ഡൽഹിയിലുള്ളത് കൊണ്ട് കേരള കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൽഹിയിലായാലും കേരളത്തിലായാലും ഇതെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ ശക്തിയല്ലേ നമ്മൾ കാണുന്നത്. പുതിയ കാലഘട്ടത്ത് ജെൻസി കുട്ടികൾ അവരുടെ വോട്ടുകൾ കൂടി പ്രാധാന്യമാണല്ലോ. അതായത് ഇപ്പോൾ സാറിനേക്കാൾ ഒരു 20 വയസ്സ് 25 വയസ്സിന് താഴെയുള്ളൊരു ജനറേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം അവരായിട്ട് പാർട്ടി എങ്ങനെ ഒരു സമവാക്യം രൂപപ്പെടുത്തും? അവരെ എങ്ങനെ ആകർഷിക്കും? ആശയങ്ങളല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജൻസി കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദർശ ധീരതയുള്ള ഒരു ലീഡർഷിപ്പിനാണ്. ആശയങ്ങൾക്കാണ് പ്രാധാന്യം. നമ്മൾ അപ്പപ്പോൾ കാണുന്ന ഏതെങ്കിലും ഫ്ലിംസി ആയിട്ടുള്ള കാര്യത്തിൻ്റെ പിന്നാലെ ജൻസി കുട്ടികളെല്ലാം അങ്ങനെ അലഞ്ഞു തിരിയും എന്നൊരു തെറ്റിദ്ധാരണയേ വേണ്ട. ഈ നേരത്തെയുള്ള തലമുറയേക്കാൾ ഈ കുട്ടികൾക്ക് നല്ല അഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ട്. അതുകൊണ്ട് നിലപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കുന്ന രൂപത്തിലേ അവർക്കെല്ലാം നിൽക്കാനും കഴിയൂ. പിന്നെ ജെൻസി കുട്ടികളുടെ ഏറ്റവും അട്രാക്ഷനുള്ള പോയിൻ്റ് ഏതാ? ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ശ്രീ രാഹുൽ ഗാന്ധി കോളേജുകളിൽ പോയാൽ, കാമ്പസുകളിലെത്തിയാൽ, യൂണിവേഴ്സിറ്റിയിൽ പോയാൽ, വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ അദ്ദേഹവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളുകളുടെ റിയാക്ഷൻ നോക്കിയാൽ മതി. അവർക്കെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു താങ്ങും തണലുമാണ് എന്നുള്ള ധാരണയിൽ തന്നെയാണ് അവർ പോകുന്നത്. കേരളത്തിൽ അത് യു ഡി എഫിന് ഏറ്റവും വലിയ ശക്തി പകരുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ കലുഷിതമായ ഒരുപാട് സന്ദർഭങ്ങളെ കൂടി നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കെ ടി.പി. ചന്ദ്രശേഖരൻ കേസ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടുക, അതിന് കാര്യക്ഷമമായിട്ടൊരു പ്രവർത്തനം ഉറപ്പുവരുത്തുക. എന്തായിരുന്നു ധൈര്യം? നമ്മൾ ഒറ്റ ധൈര്യമേ നമ്മൾ ചെയ്യുന്നത് നീതിയായി ആണ് എന്നുള്ള ഒരു ചിന്ത. അത് നീതിയാണെന്ന് അറിഞ്ഞു. ആ കാലഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഒത്തിരി വിമർശനങ്ങൾ വന്നു. പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ, ബന്ദുകൾ, ഹർത്താൽ എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷേ ഒരൊറ്റ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. അത് നീതിയാണ് എന്ന് കണ്ടെത്തിയത് എപ്പോഴാണ്? ഒരു കോടതിയുടെ വിധി വന്നപ്പോഴാണ്. കോടതിയുടെ വിധി വന്നപ്പോൾ ഞങ്ങൾ കോടതിയുടെ വിധിയെ സ്വാധീനിച്ചെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. നിഷ്പക്ഷമായ കോടതി, മാത്രമല്ല അത് കൈകാര്യം ചെയ്ത ജഡ്ജി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിധി വന്നതോടുകൂടി ആ വിമർശനങ്ങളെല്ലാം തീർന്നു. പലപ്പോഴും സിനിമാ മന്ത്രിയായിരിക്കെ നടത്തിയ ചില പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ട്രോളുകളായിട്ടും തമാശ രൂപേണയൊക്കെ ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. അതിന് ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കാൻ പറ്റിയത്. എപ്പോഴെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടോ? അതൊക്കെ തമാശല്ലേ. നമ്മൾ പദം വന്ന രാഷ്ട്രീയ പ്രവർത്തകരല്ലേ. കാമ്പസുകളിൽ നമ്മൾക്ക് എപ്പോഴും അനുകൂലമായ കയ്യടി മാത്രമല്ലല്ലോ, വിമർശനത്തിൻ്റെ ശരം ഉണ്ടാകും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ മുഖത്ത് നോക്കിപ്പോരെ അത് ശരിയല്ല എന്ന് പറയും. ഞാൻ പറയും ഏത് പൊതുപ്രവർത്തകനും ന്യായമായ രൂപത്തിലുള്ള വിമർശനത്തിന് വിധേയപ്പെട്ടു പോയേ മതിയാകും. നമ്മൾ അതിനെല്ലാം അതീതനാണ് എന്നൊരു ചിന്ത വരുന്നത് ഗുണമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാലഘട്ടത്തെ ട്രോളുകൾ, ഈ കാലഘട്ടത്തെ ഒരു വിമർശന രീതി, അതായത് സാറെന്ന് പറയുമ്പോൾ കാർട്ടൂണുകളിൽ കാർട്ടൂണുകൾ പത്രങ്ങളിൽ വന്നതിൽ നിന്ന് തുടങ്ങി ടി.വി. പരിപാടികളിലെ രാഷ്ട്രീയ വിമർശനങ്ങൾ തുടങ്ങി ഇപ്പോൾ ഓൺലൈനിലെ സൈബർ വിമർശനങ്ങളിലേക്ക് അത്രയും വലിയ കാലത്തെ ട്രാൻസിഷൻ ഉണ്ട്. ഈ ആളുകളുടെ ഒരു വിമർശനം, അതിൻ്റെ രീതി, ജനങ്ങളോട് രാഷ്ട്രീയത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എങ്ങനെ മാറിയെന്നാണ് വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ പൊതുസമൂഹം എന്ന് പറയുന്ന ആരാ? നമുക്ക് അനുകൂലമായി മംഗളപത്രം എഴുതുന്നവർ മാത്രമാണോ പൊതുസമൂഹം? അല്ല. അല്ല, വ്യത്യസ്തമായ ആളുകളുണ്ട്. നമ്മളെ വിമർശിക്കുന്നവരുണ്ട്. കാർട്ടൂണിസ്റ്റ് ശങ്കർ ജവഹർലാൽ നെഹ്റുവിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ലേ?
അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ അത് ആർട്ടിസ്റ്റ് ശങ്കറിൻ്റെ വരകൾ കൊണ്ട് ചിത്രീകരിച്ചിട്ടില്ലേ? എന്തെങ്കിലും ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റു പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധിയുടെ ഗസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അതെ. അതെ. അപ്പോൾ ഞാൻ പറയുന്നു, അതേ പാതയിൽ വരുന്ന ആളുകളാണ് ഞങ്ങൾ. നമുക്കൊന്നും അദ്ദേഹത്തോളം എത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും സാധ്യമല്ല. പക്ഷേ അങ്ങ് ആകാശത്തുള്ള ഒരു ശുക്രനക്ഷത്രം പോലെ ഞങ്ങൾ അതിനെയൊക്കെ മാതൃകയാക്കി എടുക്കുകയാണ്. ആ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഈ വിമർശനമൊന്നും പ്രശ്നമേ അല്ല. 10 വർഷത്തെ ഭരണ ചരിത്രമുണ്ട് എൽഡിഎഫിന് പറയാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഖണ്ഡിക്കും ആഹ്, അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയെ, അവരുടെ വാഗ്ദാനങ്ങളെ? ഞാനവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവമാനിക്കുകയോ ചെയ്യാൻ ഞാനില്ല. കാരണം അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 2 രംഗത്ത് അവർ കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് ഇടപഴകണമായിരുന്നു എന്നുള്ള വിശ്വാസമാണ്. ഞാൻ പറയുന്നത്, നമ്മളുടെ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞ് ഞങ്ങളെല്ലാം സമരം ചെയ്തവരാണ്. അവർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഡിസിഷൻ എടുപ്പിച്ചത് ഞാൻ നടത്തിയ ഒരു പദയാത്രയുടെ അടിസ്ഥാനത്തിലാണ്. അന്ന് അന്തരിച്ചു പോയ ശ്രീ കെ കരുണാകരനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ഞങ്ങളുടെ പദയാത്ര മധ്യഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഡിമാൻഡ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭരണാധികാരികളും ഉണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് അതുപോലുള്ള നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെയുള്ള പ്രശ്നം എന്താ? എൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു നിലപാടെടുക്കുന്നു. അതാണ് ഞങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള വിമർശനം. മാത്രമല്ല, കണ്ണും പൂട്ടി ഒരു വിഭാഗത്തോട് ഇഷ്ടമില്ല എന്നുള്ള പ്രഖ്യാപനം വരുന്ന ധ്വനിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ ഒരു ആർക്കാ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക? ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങൾ പൊക്കോ എന്ന് പറയുന്ന വാദഗതിയുടെ വേറൊരു വശമല്ലേ? അതെ, അതെ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് പൊളിറ്റിക്കലാണെന്ന് ഒരിക്കലും, കമ്മ്യൂണലാണെന്ന് ഒരിക്കലും ഒരു വിഭാഗം ആളുകളെ അടിച്ചമർത്തി പോകുന്നതിനോട് നമുക്ക് യോജിക്കാനേ സാധ്യമല്ല. ഇപ്പോൾ ലോക്കൽ ഗവൺമെന്റ് ഒരു ഇലക്ഷൻസ് അല്ലെങ്കിൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകൾ യുഡിഎഫിന് പകർന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ. അത് എത്രമാത്രം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് സാർ വിചാരിക്കുന്നത്? നിശ്ചയായും ആ വോട്ട് ചെയ്ത ആളുകളല്ലേ ഇവിടെ വോട്ട് ചെയ്യുന്നത്. ആ 6 മാസം മുമ്പുള്ള വോട്ടിൻ പാറ്റേണേക്കാൾ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് അനുകൂലമായ ട്രെൻഡാണ് കേരളത്തിലൊട്ടാകെ ഉള്ളത്. കാറ്റ് വീശുന്നത് കണ്ടാൽ നമുക്കറിയാം ഇതിൻ്റെ ഗതി എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും കേരളത്തിലെ ഒരു ജനാധിപത്യ സംവിധാനം ഇന്നത്തെ മാതിരി മുന്നോട്ട് പോയാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നല്ല അനുകൂലമായ ഒരു കാലഘട്ടം ഉണ്ടാകും. ജനങ്ങളുടെ ചിന്ത പോകുന്നതും അങ്ങനെ തന്നെയാണ്. ആര് മുഖ്യമന്ത്രിയാകുമെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. എന്താ അതിന് പ്രതികരിക്കുക? ആരാ മുഖ്യമന്ത്രിയാകുക എന്ന് തീരുമാനിക്കുന്നത് ഒരു പാർട്ടി ഹൈറാർക്കി വെച്ച് ഹൈക്കമാൻഡല്ലേ ഉണ്ടാവൂ. ഉം, ഉം, ഉം. താഴെയുള്ള ഞങ്ങളെല്ലാം കൂടെ കൂടിയിരുന്നിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ഒപ്പീനിയൻ ചോദിക്കേണ്ടത് അത് ചോദിക്കും. ചോദിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും അവർ പരിഗണിക്കും. അതിനുശേഷം അന്തിമ തീരുമാനം ഹൈക്കമാൻഡ്. ഞങ്ങളുടെ ഒരു സിസ്റ്റം ഇപ്പോൾ മാത്രമല്ല, എത്രയോ കാലമായി തുടരുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇവിടെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തെ മാത്രം വെട്ടിയെടുത്ത് ഇവിടെ ഒരു പ്രത്യേകത വേണം എന്ന് ഞങ്ങൾക്ക് വാദിക്കാൻ പറ്റുമോ? ആരെങ്കിലും അത് അംഗീകരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീരുമാനമെടുക്കുന്നത് പാർട്ടി ഹൈറാർക്കി അനുസരിച്ചാണ്. ആ ഹൈറാർക്കിയിൽ അവരാലോചിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കും. ഞങ്ങളുടെ പ്രത്യേകത ആ തീരുമാനം എന്താണോ അത് ശിരസാ വഹിക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും പ്രസംഗങ്ങളിലെ നർമ്മം ആളുകൾ എടുത്തു പറയുന്ന ഒരു ഘടകമാണ്. ഈ നർമ്മ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി അതിനുവേണ്ടിയുള്ള വായനയോ തയ്യാറെടുപ്പോ ഏതെങ്കിലും പ്രസംഗത്തിന് മുമ്പ് നടത്താറുണ്ടോ? അതോ സ്വതസിദ്ധമായി അത് ഒഴുകി വരികയാണോ? വായനയല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ കടന്നു വന്ന പാതയില്ലേ, ആ പാതയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളില്ലേ, അതല്ലേ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. അത് ചിലപ്പോൾ നർമ്മമാകാം, ചിലപ്പോൾ അതിനേക്കാൾ ഒരു പ്രത്യേകിച്ചാകും. പക്ഷെ ഞാനൊരിക്കലും ഒരു എതിരാളിയെയാണെന്ന് ഒരിക്കലും അവരെ കുത്തിവേദനിപ്പിക്കാനോ ദുർബലപ്പെടുത്താനോ ഇല്ല. കാരണം മറ്റുള്ള ഒരാളുടെ ദുഃഖം അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ നിലപാടുകളുണ്ട്. നമ്മുടെ ആ നിലപാടിനകത്ത് ഒരു ഇഞ്ചും മാറുകയില്ല. കാട്ടുകിട വ്യത്യാസമില്ലാതെ ആ നിലപാട് നമ്മൾ നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അതിൻ്റെ അർത്ഥം വ്യത്യസ്ത നിലപാടെടുക്കുന്ന ആളുകളെയെല്ലാം വംശച്ഛേദം വരുത്തും എന്നുള്ളതല്ലല്ലോ. അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. നമ്മൾ നമ്മുടെ അഭിപ്രായം ശരിയെന്ന് തോന്നിയാൽ നമ്മളത് ഹോൾഡ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകും.
അതിനാരും ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എതിർക്കുന്ന ആളുകളെ പോലും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. കാരണം അവരുടെ നിലപാടതാണ്. നമ്മളതിനോട് വിയോജിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ വരുത്തിയ ഒരുപാട് ചരിത്രപരമായ മാർക്കിംഗ് ഉണ്ട്. ഈ ഇവിടുത്തെ വികസനം, ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ ആരോഗ്യരംഗം ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ. പക്ഷേ കേരളത്തെ മൊത്തത്തിൽ ദേശീയ തലത്തിൽ അപമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എന്ന രീതിയിൽ പല ആവിഷ്കാരങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ കേരള സ്റ്റോറി 2 എന്നൊരു സിനിമയൊക്കെ വന്നിരുന്നു. എന്നിട്ട് ട്രെയിലർ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ശ്രമങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെങ്ങനെയാണ് ചെറുക്കേണ്ടത്? ഒരു കൾച്ചറലായിട്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു ചിന്തയില്ലേ? കേരളം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചല്ല നമ്മൾ ആലോചിക്കുന്നത്. ആ സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു നിലപാട് ആരെടുത്താലും നമ്മൾ അതിനോട് യോജിക്കുമോ? നമ്മുടെ സംസ്കാരം എന്താ? നമ്മുടെ ഈ സമൂഹത്തിൻ്റെ എൻവയറമെൻറ്റ്. സമൂഹത്തിൻ്റെ എൻവയറമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ എൻവയറമെൻറ്റ് എന്താ? വിദ്വേഷമില്ലാത്തതാണ്, വിഘടനവാദമില്ലാത്തതാണ്, ശരിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതോടൊപ്പം തന്നെ പരിഷ്കൃത ജനസമൂഹമാണ്, വിദ്യാസമ്പന്നരാണ്. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചിന്തയല്ലേ കേരളത്തിൽ വേരോടൂ. മറ്റുള്ളതിന് വേരോട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും വിഭ്രാന്തിപ്പെടേണ്ട കാര്യമില്ല. ആദ്യം ഒന്ന് തുടങ്ങും. അത് ജനങ്ങളുടെ ഇടയിൽ വേരോട്ടം ഇല്ലാതെ പോകുന്നാൽ അതുവഴി അങ്ങ് മങ്ങും. അതുവഴി പോട്ടെ. ഒരുപാട് വർഗീയ ശക്തികൾ കൂടി കേരളത്തെ, ഇന്ത്യയെയും വിഴുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാ കോൺഗ്രസ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കേരളത്തിന്റെ ഭാവിയിലും മതനിരപേക്ഷതയെ നിലനിർത്താൻ ഉള്ള ശ്രമങ്ങൾ തുടരാൻ പോകുന്നത്? കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. മതനിരപേക്ഷതയാണ് നമ്മളുടെ ലക്ഷ്യം. ഏത് ഗവൺമെൻറ് വന്നാലും. അതിനകത്ത് കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസ് ഇതരായിട്ടുള്ള ആളുകളുടെ ഗവൺമെൻറ് ആവട്ടെ, കേരള കൾച്ചറിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിന് മതനിരപേക്ഷതയില്ലാതെ പോകാൻ സാധ്യമല്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന പ്രദേശം എടുത്തു നോക്കൂ. ഇതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സമൂഹവും ഒരുമിച്ച് ജീവിക്കല്ലേ? പക്ഷേ ചില വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരു ജാതിക്ക് വേണ്ടി ഒരു ഗ്രാമമാണ്, മറ്റൊരു ജാതിക്ക് മറ്റൊരു ഗ്രാമമാണ്. ഈ കേരളത്തിൽ എവിടെയെങ്കിലും അത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ജാതി അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇതൊരു മിക്സ്ഡ് സൊസൈറ്റിയാണ്. വളരെ ഭംഗിയായിട്ട് പോവുകയാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം തൊഴിൽ തേടി ഗൾഫിൽ പോകുന്നുണ്ട്. ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ അവർ സത്യം പറഞ്ഞാൽ കേരളീയനാണെന്ന് വരികിൽ ലേബർ ക്യാമ്പിൽ പോലും ആവട്ടെ സാഹോദര്യ ബന്ധത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അത് കേരളത്തിൻ്റെ കൾച്ചറാണ്. ആ കൾച്ചർ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാതിരുന്നാൽ മാത്രം മതി. പുത്തനായി ഒന്നും ചെയ്തില്ലെങ്കിലും ഈ സംസ്കാരം നമുക്ക് നശിപ്പിക്കരുത്. സർ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവാക്കളാണല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ യുവാക്കൾ കേരളത്തിൽ നിന്ന് ഏഹ്, വിദേശത്തേക്ക് അവരുടെ തലച്ചോറുകൾ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവരൊരു +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കാനഡ, UK, ജർമ്മനി അവിടെയൊക്കെയാണ് പഠനത്തിന് വേണ്ടി പോകുന്നത്. ഒരു പരിധിവരെ പല വീടുകളിലും അവരുടെ വയസ്സായ മാതാപിതാക്കൾ ഒഴികെ യുവാക്കളെ കാണാനേ കിട്ടുന്നില്ല. എ ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എങ്ങനെയാ യുവാക്കളെ തിരിച്ച് കേരളത്തിലേക്ക് ആകർഷിക്കാൻ പോകുന്നത്? യുവാക്കളെ കേരളത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ കേരളം തന്നെ മാറണം. ഈ പോകുന്ന യുവാക്കൾക്ക് കേരളത്തിൻ്റെ നിലപാടുകളിൽ കോൺഫിഡൻസ് ഉണ്ടാകണം. ആ കോൺഫിഡൻസ് ഇല്ലാത്തിടത്തോളം കാലം മൈഗ്രേഷൻ നടക്കും. ആ മൈഗ്രേഷനാണ് കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നന്നായി പഠിച്ച് മിടുക്കരായി സമർത്ഥരായി കോളേജിൽ നിന്ന് പുറത്തിറങ്ങി ഒരു 2, 3, 4 കൊല്ലം ഒരു തൊഴിലിന് വേണ്ടി അലഞ്ഞു നടക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ ചോദിക്കില്ലേ, നിനക്ക് വല്ല പണിയുണ്ടോ? നിനക്ക് എന്തെങ്കിലും വരുമാനമുണ്ടോ? വീട്ടുകാർ ആദ്യം ചോദിക്കും, നാട്ടുകാർ പിന്നെ ചോദിക്കും. അവസാനം നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ വരും. അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല വിറ്റിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ഏജൻറ്റിനുള്ള ആവശ്യപ്പെട്ട കാശ് കൊടുത്തിട്ട് നേരെ വിദേശത്തോട്ട് പോകുക ഒട്ടനവധി ആളുകൾ. അല്ലാത്ത ആളുകൾ പോകുന്നവരുണ്ട്. ഞാനിത് പറഞ്ഞത് ഒരു ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്ന് മാറാനും ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുവാനും അന്തസ്സുള്ള വരുമാനം വേണം എന്നുള്ള ചിന്ത കേരളത്തിലെ ചെറുപ്പക്കാർക്കുണ്ട്. ആ അന്തസ്സുള്ള വരുമാനം ഈ നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഇടം തേടി അവർ പോകും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ രാവിലെ എത്തുന്നത് ഏകദേശം 7 മണിക്കാണ്. അപ്പോൾ മുതൽ സാറ് ഉണർന്നിരിക്കുകയാണ്. പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സജ്ജനായിട്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറേയും കൂടിയൊക്കെ ഒരു സ്വാർത്ഥേച്ഛ ഇല്ലാതെ ചെയ്യുന്ന പ്രവർത്തനം കൂടിയാണല്ലോ. അത് ആ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ. അതായത് ഈ വാതിലിനപ്പുറമുള്ള ജനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, അതിനിപ്പോഴും എത്രമാത്രം യുവത്വമുണ്ട്? സത്യം പറഞ്ഞ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സന്യാസി ജീവിതത്തിന് തുല്യമാണ്. നമ്മൾ നമ്മുടെ താല്പര്യങ്ങളല്ല,
നമ്മളെ വന്ന് സമീപിക്കുന്ന ആളുകളുടെ ന്യായമായ താല്പര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിന് കാലഭേദമില്ല. അത് രാവിലെ ആകാം, രാത്രിയിലാകാം, എപ്പോൾ വേണമെങ്കിലും ആകാം. അവർക്ക് ഈ ആവശ്യം എപ്പോൾ വന്നു പെടുന്നു എന്നുള്ളതാണ് ഒരാൾ നമ്മളെ സമീപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം. ആ സമയം എനിക്കത്ര ഗുണകരമല്ല, എനിക്കതിനോട് യോജിപ്പില്ല എന്ന് സാധാരണഗതിയിൽ ജനങ്ങളുമായി ഇടപെട്ട് കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ പറയാൻ നാവ് പൊങ്ങില്ല. അതേ അനുഭവം എനിക്കും ഉള്ളത്. പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയധികം വർഷത്തെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി തന്നെയും അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും 10 വർഷത്തെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്നൊരു സ്ഥാനവാഹനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. ദയവായിട്ട് എടുക്കരുത്. ആ. എനിക്കങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ നേരത്തെ തന്നെ അതെ, അതെ, സൂചിപ്പിച്ചു. അതെ. വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷേ ജനസമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്. ഉം. ആ പ്രയോറിറ്റി ഈ ഗവൺമെൻറ് ലംഘിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കേരളത്തിലെ കർഷകർ ദേശീയ കർഷകരുടെ കാര്യത്തിനകത്താണെന്നൊരു CPM വളരെ ശക്തിയായി വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മോഡി ഗവൺമെൻറ്റിനെതിരായിട്ട് ഒത്തിരി വാദിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ കർഷകരോ, നെൽകർഷകരോ, ഞാൻ ഇന്നലെ അപ്പർ കുട്ടനാട് മേഖലയിൽ നെല്ല് കൊയ്തിട്ട് അതെല്ലാം വരമ്പത്ത് കിടക്കുകയാണ്, കുറേ പാടത്തും കിടക്കുകയാണ്. ആ പാവപ്പെട്ടവരെവിടെ പോകും? അപ്പോൾ അവർക്ക് സഹായം കിട്ടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഗവൺമെൻറ് സഹായിക്കുക. ഗവൺമെൻറ് സഹായിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സഹായം വേണ്ട വിധത്തിൽ എത്തുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനിടയ്ക്ക് കുറേ ഇടനിലക്കാരുണ്ട്, മില്ലുകാരുണ്ട്, അവരുടെ ഏജന്റുമാരുണ്ട്. ഇവരെല്ലാം കൂടെ കൂടി ഞെക്കിപ്പിഴിയാണ് ഈ പാവപ്പെട്ട കർഷകനെ ആരാ സംരക്ഷണം കൊടുക്കുക? ആ സംരക്ഷണം കൊടുക്കേണ്ട ഒരു കൂട്ടർ മാത്രമാണ് അധികാരത്തിലിരിക്കുന്ന ആളുകൾ. ആ അധികാരത്തിലിരിക്കുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല, സ്നേഹത്തോടു കൂടി ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് ഈ പ്രശ്നം ഒരു ദിവസമല്ല പിറ്റേ ദിവസം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കേണ്ട ഒന്ന്. രണ്ടാമത്തെ, വികസന പ്രവർത്തനത്തിന് എപ്പോഴും കാണിക്കുന്നത് ഒരു ഏകപക്ഷീയമായ നിലപാടാണ്. ഈ ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിസ്റ്റ് കൊടുക്കാൻ പറയും. ഉം. എല്ലാ വർഷവും 20 ലിസ്റ്റ് വെച്ച് ചോദിക്കും. ഞാൻ ഈ 10 വർഷം കൊണ്ട് 200 ലിസ്റ്റ് കൊടുത്തു. എത്ര തന്നു എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവില്ലേ? അവസാനം നമ്മൾ നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ളതല്ലേ? അതേസമയം ഈ പണം മുഴുവൻ മറ്റ് പ്രദേശത്ത് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അവർ പത്രത്തിൽ കൊടുക്കുകയാണ്, ഞങ്ങൾക്കിത്ര കോടി, ഞങ്ങൾക്കിത്ര കോടി, ഞങ്ങൾക്കിത്ര കോടി. ഞങ്ങൾക്കെന്ത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യങ്ങളെല്ലാം ഹനിക്കപ്പെട്ട് ഒരുമാതിരി വിഷമിച്ചിരിക്കുകയല്ലേ? അപ്പോൾ കേരളത്തെ ഒന്നായി കാണണം. കേരളത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റക്കുറച്ചിൽ നമുക്ക് സഹിക്കാം. പക്ഷേ എന്തെങ്കിലും വേണ്ടേ? കേരളത്തെ ഒന്നായി കാണുന്നതിന് വേണ്ടിയുള്ള സമീപനമുണ്ടാകണ്ടേ? ആ സമീപനം ഇല്ലാത്തതാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോബാക്കായി ഞാൻ വിലയിരുത്തുന്നത്. ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ. ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ജനങ്ങൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കണം. കേരളം ഒരു വഴി കുറേ 10 വർഷം ഒഴുകിയല്ലോ. ഇനി മാറി ഒഴുകാതെ നിവൃത്തിയില്ല. ഒരു വഴിയിൽ തന്നെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്നല്ലോ. പക്ഷേ ആ വിരുന്നുകാരൻ മാത്രം വന്നില്ല. നമ്മളത് വേണ്ടി കാത്തിരുന്നു 10 കൊല്ലക്കാലം. 10 കൊല്ലം ചെയ്യാത്ത കാര്യം എന്തോന്നാ ഇനി 11ാം കൊല്ലം ചെയ്യുമെന്ന് പറയുന്നത്? നേരത്തെ ചെയ്ത ഒരു ജനങ്ങളുടെ മുമ്പിൽ ഒരു ഒരു ഇമേജ്. ഇമേജും ഉദാഹരണങ്ങളും കാണിക്കണ്ടേ? ആ ഒരു ഉദാഹരണം കാണിക്കാനില്ലല്ലോ. ഞാൻ പറയുന്നത് ഗവൺമെൻറ് ചെയ്യേണ്ടത് പ്രതികാരം തീർക്കാൻ വേണ്ടിയല്ല അധികാരം വിനിയോഗിക്കേണ്ടത്. അധികാരം ജനങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കണം. ഗവൺമെൻറ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. അങ്ങനെയാണല്ലോ ജനാധിപത്യത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ. ഇത് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോർ ദ പാർട്ടി പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് ധരിച്ചിരിക്കുന്നത് ബൈ പാർട്ടി പീപ്പിൾ എന്നാണ്. അങ്ങനെയല്ല, എല്ലാവരും വോട്ട് ചെയ്തതാണ്. പക്ഷേ അതിന് പ്രതിഫലം വരുന്നത് ആർക്കാണ്? അതൊരു അധികാരത്തിൻ്റെ ഈ കസേരയ്ക്ക് ചുറ്റും നിൽക്കുന്നവരാണ്. പാർട്ടിക്കകത്ത് തന്നെ എൻ്റെ വിലയിരുത്തൽ, പാർട്ടിക്കകത്ത് തന്നെ സത്യം പറഞ്ഞാൽ ചുറ്റുവട്ടത്തിലിരിക്കുന്ന ആളുകളാണ് പ്രധാനപ്പെട്ട രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നത്. പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ, കുട്ടനാട്ടിൽ പണിയെടുക്കുന്ന ആളുകൾ, മലയോരത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഗുണം കിട്ടിയതായിട്ട് പറയാൻ പറ്റുമോ? ഇടുക്കി പാക്കേജ് 5000 കോടി രൂപ ഗവൺമെൻറ് പറഞ്ഞതല്ലേ, എന്ത് കൊടുത്തു? ഇവിടെ റബ്ബറിൻ്റെ വിലസ്ഥിരത ഫണ്ട് എന്ത് കൊടുത്തു? ഫാക്ടറികൾ നാട്ടിലുണ്ടാക്കും എന്ന് പറഞ്ഞു, എന്ത് പുതുതായിട്ടുണ്ടായി? ഇവിടെ നമ്മളുടെ ഓരോ പ്രദേശത്തും
ഡെവലപ്മെൻറ്റിന് വേണ്ടി പാക്കേജ് പ്രഖ്യാപിച്ചു. പക്ഷേ എന്തുണ്ടായി? അപ്പോൾ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ പത്രത്തിലും അന്നത്തെ തന്നെ മാധ്യമത്തിലും ഹെഡ്ലൈൻ വരത്തക്ക വിധത്തിലുള്ള പ്രഖ്യാപനം. അതിനുശേഷം എന്തെങ്കിലും വരണ്ടേ? നമ്മൾ വിലയിരുത്തുകയാണ്. 10 കൊല്ലം കൊണ്ട് എന്താ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ്. ആ വിലയിരുത്തൽ വരുമ്പോൾ ജനങ്ങൾ നോക്കുകയല്ലേ. മാധ്യമങ്ങളിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി നല്ല വിപുലമായ പരസ്യം കൊടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ വീട്ടിലെ പട്ടിണി തീരുമോ? നമ്മുടെ പാത്രത്തിൽ കഞ്ഞി കിട്ടുമോ? അതിനുള്ള സാഹചര്യം ഉണ്ടാവണ്ടേ? ആ സാഹചര്യം ഇല്ലാതെ പോയതാണ് ഏറ്റവും വലിയ കഷ്ടം. എല്ലാ വിധത്തിലുള്ള വിജയ ആശംസകളും. ഇനി അങ്ങോട്ടേക്ക് ശക്തിയായി പ്രവർത്തിക്കാനും ഈ തിരഞ്ഞെടുപ്പിനെ തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടിയും കൃത്യമായ സ്ട്രാറ്റജിയോടും കൂടിയും നേരിടാൻ സാറിനും കോൺഗ്രസിനും യു ഡി എഫിനും സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം.